അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തിൻ്റെ സ്വന്തം ന്യൂക്കട്ട് മാലിദ്വീപ് എന്നറിയപ്പെടുന്ന ന്യൂക്കട്ടിലാണുള്ളത്. ഇതാണ് ന്യൂക്കട്ടിലെ പ്രധാന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ ഇതിലൂടെ പോകുന്നതാവും നല്ലത്. നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഫുള്ള് വേസ്റ്റ് അടഞ്ഞെടുക്കുക. നല്ല വെള്ളം ഒഴുക്കുണ്ട്, കണ്ടില്ല? ഇവിടെ നല്ല പ്ലാസ്റ്റിക് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരൊക്കെ തന്നെയാണ് നമ്മളെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ന്യൂക്കട്ട് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ന്യൂക്കട്ട് വെള്ളത്തിൻ്റെ കെട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ചെറിയൊരു ചായ കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരുന്നവർക്കൊക്കെ അവിടെ നിന്ന് ചായക്കും കടിയൊക്കെ കിട്ടും. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നോക്കാം, തണുപ്പുണ്ടോ എന്താ കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ആ പാലം വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ പാലങ്ങൾ ശ്രദ്ധിച്ചത് ഒരു സൈഡിൽ മാത്രമേ കൈവരിയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പാലങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് സൈഡിൽ കൈവരി ഉണ്ടാവില്ല. നല്ല പീസ്ഫുൾ ആയാലും സ്ഥലം കേട്ടോ. വാവ്, വിഷ്വൽ ബ്യൂട്ടി, എന്താ രസം. ഇവിടെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, കുട്ടികളവിടെ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. എന്തൊക്കെ സെറ്റപ്പുകളാണ് ഇവിടെ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾ കുളിക്കുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള നമ്മൾ ഇറങ്ങാൻ പറ്റിയ സാഹചര്യത്തിലല്ല വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു ഊഞ്ഞാലതാ, കുട്ടിക്ക് ഊഞ്ഞാലും അടങ്ങുന്നു. ദൈവ, എന്താ നേച്ചർ. തണുപ്പുണ്ട് നോക്കി. ഏതായാലും എന്നിട്ട് അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഒഴുക്കാട്ടോ, നടക്കാനൊന്നും കഴിയുന്നില്ല. മെല്ലെ മെല്ലെ നടക്കാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് ഓരോരുത്തർ വരുന്നുണ്ട്. നല്ല ഒഴുക്കാണ്. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പൂർ അക്കൗണ്ട് ഇപ്പോൾ നല്ലപോലെ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. അല്ല, ഭയങ്കര ഒഴുക്കായുണ്ട്, നടക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്. കുട്ടികളൊക്കെ നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട്. അവിടെ ഇതാ ഓരോരുത്തർ കുളിക്കണ്. അല്ല, നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അങ്ങോട്ടൊക്കെ പോയാൽ അവിടെ ഒരുപാട് ഫാമിലികളും കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. ഇവിടെയൊക്കെ ചളി ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ചളി ഇല്ലാത്ത ഭാഗം നോക്കി നോക്കി നടക്കുക. നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാൽ ആടാം, കായൽ ആസ്വദിച്ച് സെറ്റ്. പക്ഷെ എല്ലാവരും ഉള്ള സമയത്ത് പറ്റൂല നമുക്ക്. ഏതായാലും പൊളി സ്ഥലം, എല്ലാവരും വിസിറ്റ് ചെയ്യട്ടാ. പാലത്തിങ്കൽ, തിരുരങ്ങാടി പാലത്തിങ്കലിന് ന്യൂക്കട്ട് അവരോട് ചോദിച്ചാലൊക്കെ അവർ പറഞ്ഞുതരും. നല്ല വിശാലമായ സ്ഥലം. കുളിക്കേണ്ടവർക്ക് കുളിക്കാം, കളിക്കേണ്ടവർക്ക് കളിക്കാം. കുട്ടികളവിടെ കുളിക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട് കേട്ടോ. നല്ല സൈറ്റ്. ഇവിടെയാണ് കുട്ടികളെ മെയിൻ കുളി സ്പോട്ട് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ അതാ കുളിക്കുന്നുണ്ട്. കുട്ടികളും വലിയവരൊക്കെ ഉണ്ട്. അവിടെ വല ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ
വൈകുന്നേരം അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. നമ്മളിപ്പോൾ എത്തിയത് എപ്പോഴാണ് അറിയാം, 3 മണി ആവണുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ സന്ദർശിച്ച് തിരിച്ച് പോവുകയാണ്. കാരണം അത്രയും തിരക്കാവണ മുന്നേ നമ്മൾ വന്ന് പോകാൻ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വന്നത്. ഓരോ ഫാമിലീസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഇങ്ങനെ റഷായി വരുന്നുണ്ടേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, കൂടുതൽ ഫാമിലീസാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽസ്. അവിടെ നല്ല ചായപ്പീടിയൊക്കെ ഉണ്ടായില്ല, ചായ കുടിക്കുന്നത്. ആളുകൾ ഒഴുകി എത്താൻ തുടങ്ങി. നമ്മൾ വന്നപ്പോൾ ആരില്ലേനി. ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ വന്ന് ഇവിടെ ഫുള്ള് തിരക്കാവും. അപ്പോൾ നമുക്ക് പോവാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോയതാല്ലേ.